പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 15 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തേത്. 14 ബില്ലുകൾ സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണും. SIR ഉയർത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം ഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ ചർച്ച ചെയ്യാൻ രാവിലെ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേരും. പിയാ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങൾ. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പിയാ സുനിൽ, ഡൽഹിയിൽ തണുപ്പേറുകയാണ്. പുകമഞ്ഞിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലദൈർഘ്യത്തിൽ ഒരു സഭ ചേരാൻ പോകുന്നത്. 15 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു ശൈത്യകാല സമ്മേളനമാകും. 14 ബില്ലുകൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അന്തരീക്ഷം തണുത്തതാണെങ്കിലും പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ചൂടാകുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. തണുത്ത കാലാവസ്ഥയാണ്, ഒപ്പം വലിയ വായു മലിനീകരണമുണ്ട്. അതിനിടയിൽ വലിയ രാഷ്ട്രീയ ചൂടായിരിക്കും പാർലമെന്റിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നു മുതൽ 19-ാം തീയതി വരെ വളരെ ചുരുങ്ങിയ ഒരു കാലത്തേക്കാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ചേരുന്നത്. സാധാരണ നവംബർ മാസം പകുതിയോടുകൂടി സമ്മേളനം ആരംഭിച്ച് ഡിസംബർ 20ഓടുകൂടി സമ്മേളനം അവസാനിപ്പിക്കുന്ന തരത്തിലൊരു നാളത്തേക്കുള്ള സമ്മേളനമാണ് സാധാരണ ചേരാറുള്ളത് എങ്കിൽ ഇത്തവണ വളരെ ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഈ സമ്മേളനം ചേരുന്നത്. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട നിരവധി ബില്ലുകൾ ഈ സമ്മേളനത്തിൽ വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 15 ദിവസം സമ്മേളനം ചേരുമ്പോൾ 13 ബില്ലുകളാണ് ഈ സമ്മേളനത്തിൽ പാസാക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ആലോചിക്കുന്നത്, അതിനായുള്ള നീക്കം നടത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്നത് പുകയില ഉൽപ്പന്നങ്ങൾക്ക് മേൽ സെസ് ചുമത്താനുള്ള ബില്ലുണ്ട്. അതുപോലെ തന്നെ UGCയെ മാറ്റിക്കൊണ്ട് പുതിയൊരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ബില്ലുകൾ വരുന്നുണ്ട്. അതുപോലെ നിരവധി പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകളൊന്നും കൂടാതെ ആയിരിക്കുമോ ഈ ബില്ലുകളൊക്കെ തന്നെ പാസാക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് SIR തന്നെ വളരെ ശക്തമായി ഉയർത്താനാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഏതാണ്ട് എല്ലാ ദിവസവും SIRൽ പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു വലിയ ആവേശത്തിലായിരിക്കും, അതിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും സർക്കാർ സഭയിലേക്ക് വരാൻ പോകുന്നത്. ഏതായാലും ബീഹാറിലെ വിജയം എന്നത് SIRലൂടെ നടത്തിയ അട്ടിമറിയിലൂടെ നേടിയ വിജയം എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമായിരിക്കും പ്രതിപക്ഷം ശക്തമാക്കുക. ഏതായാലും ഇന്നലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ SIR ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIR ചർച്ച ചെയ്തില്ല എങ്കിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശവും പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാർലമെന്റിലെ ഓഫീസിൽ ഇന്ന് രാവിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രതിപക്ഷം ആലോചിക്കും. ഏതായാലും രാവിലെ 10:30 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാധ്യമങ്ങളോട് പ്രസ്താവന നടത്തുന്നുണ്ട്. ഏതായാലും ഈ സമ്മേളനം വളരെ ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ കൊണ്ട് ഈ സമ്മേളനം ശ്രദ്ധേയമാകും. ഓക്കെ, താങ്ക് യു പിയാ സുനിൽ. പിയാ സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പാണ് ഡൽഹിയിൽ. അതിനിടയിലാണ് ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമാവുന്നത്. നിർണായകമായ 14 ബില്ലുകൾ SIRൽ BLOമാരുടെ ആത്മഹത്യകൾ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ പ്രതിഷേധിക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം. 10 മണിക്ക് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.